ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ കൊണ്ടുവരാൻ പറ്റും. പാലക്കാടിന്റെ ഭാവി എന്നത് വെറുമൊരു തെരഞ്ഞെടുപ്പ് ഗോതയല്ല, മറിച്ച് ഈ മണ്ണിന്റെ അതിജീവനത്തിന്റെ പോരാട്ടമാണ്. സിനിമയിലെ മിന്നുന്ന താരങ്ങളെ അണിനിരത്തിയും സെൽഫി എടുത്തും വികസനമളക്കുന്നത് പ്രബുദ്ധരായ പാലക്കാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ചിരിച്ചും ചിരിപ്പിച്ചും പാലക്കാട്ടിലെ നിഷ്കളങ്കരായ ജനങ്ങളെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പെട്ടെന്ന് സാധിച്ചേക്കും. പക്ഷേ സെലിബ്രിറ്റിയെ കണ്ട് കണ്ണു മഞ്ഞലിച്ച് വോട്ട് കുത്താൻ മാത്രം പാലക്കാട്ടിലെ മനുഷ്യർ അധപ്പതിച്ചിട്ടില്ല. അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ ജനത. കൃത്യമായ രാഷ്ട്രീയവും രാഷ്ട്രബോധവും അവർക്കുണ്ട്. ഒരു പ്രീണന തന്ത്രവും ഇവിടെ വിലപ്പോവില്ല. സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ട് ഒരു നാടിന്റെ പട്ടിണി മാറില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ല. പാലക്കാടിന് വേണ്ടത് മമ്മൂട്ടിയുടെ വരവല്ല, മറിച്ച് ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. കോൺഗ്രസിന്റെ വികസനം മമ്മൂട്ടി പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തുന്നതാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് മോദി ഗ്യാരണ്ടി എന്ന വികസനത്തിന്റെ വിശ്വസ്ത മുദ്രയാണ്. കേന്ദ്ര പദ്ധതികളുടെ നേരിട്ടുള്ള ചാലകശക്തിയായി ശോഭ മാറുമ്പോൾ സ്ത്രീ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം പാലക്കാട്ടേക്ക് എത്തും തീർച്ച. ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. വിജയിച്ചാൽ അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ കൊണ്ടുവരാൻ പറ്റും. പാലക്കാടിന്റെ ഭാവി എന്നത് വെറുമൊരു തെരഞ്ഞെടുപ്പ് ഗോതയല്ല, മറിച്ച് ഈ മണ്ണിന്റെ അതിജീവനത്തിന്റെ പോരാട്ടമാണ്. സിനിമയിലെ മിന്നുന്ന താരങ്ങളെ അണിനിരത്തിയും സെൽഫി എടുത്തും വികസനമളക്കുന്നത് പ്രബുദ്ധരായ പാലക്കാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ചിരിച്ചും ചിരിപ്പിച്ചും പാലക്കാട്ടിലെ നിഷ്കളങ്കരായ ജനങ്ങളെ നിങ്ങൾക്ക് കയ്യിലെടുക്കാൻ പെട്ടെന്ന് സാധിച്ചേക്കും. പക്ഷേ സെലിബ്രിറ്റിയെ കണ്ട് കണ്ണു മഞ്ഞലിച്ച് വോട്ട് കുത്താൻ മാത്രം പാലക്കാട്ടിലെ മനുഷ്യർ അധപ്പതിച്ചിട്ടില്ല. അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ ജനത. കൃത്യമായ രാഷ്ട്രീയവും രാഷ്ട്രബോധവും അവർക്കുണ്ട്. ഒരു പ്രീണന തന്ത്രവും ഇവിടെ വിലപ്പോവില്ല. സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ട് ഒരു നാടിന്റെ പട്ടിണി മാറില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ല. പാലക്കാടിന് വേണ്ടത് മമ്മൂട്ടിയുടെ വരവല്ല, മറിച്ച് ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. കോൺഗ്രസിന്റെ വികസനം മമ്മൂട്ടി പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തുന്നതാണെങ്കിൽ ശോഭ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് മോദി ഗ്യാരണ്ടി എന്ന വികസനത്തിന്റെ വിശ്വസ്ത മുദ്രയാണ്. കേന്ദ്ര പദ്ധതികളുടെ നേരിട്ടുള്ള ചാലകശക്തിയായി ശോഭ മാറുമ്പോൾ സ്ത്രീ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം പാലക്കാട്ടേക്ക് എത്തും തീർച്ച.